സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 9, അതിനകത്ത് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 9, അതിനകത്ത് 7ാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യ ദിയാണ് ദിഷ്ട്യ ഡാ കഴിഞ്ഞിട്ട് യാളുണ്ട് ദിഷ്ട്യ ദൃശു കുരുഷ്വധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാം. അവിടെ ഹൈഫണാണ് കർമ്മഠ കഴിഞ്ഞിട്ട്. അപ്പം കർമ്മഠാം ഇപ്പുറത്ത് മിതി എന്നല്ല, പിന്നെ ഇതി. ശ്വാസം നമുക്ക് അത്രയും കൂടെ എപ്പോഴും ചിലപ്പോൾ കിട്ടത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിരിച്ചു പറയുന്നതുകൊണ്ട് തെറ്റില്ല. അതിൽ ഭുവന നിർമ്മിതോ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സുഗുണബംഹിത പാഹിമാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവേ ശ്രീപദേ പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സുഗുണബംഹിമ പാഹിമാം. ശ്ലോകം ചൊല്ലാം. ഓം ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സുഗുണബംഹിമാ പാഹിമാം. അന്വയം ചെയ്ത് അർത്ഥം പറയാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ. ശ്രുതി എന്ന് പറയുമ്പോൾ ആ വേദത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വേദ സമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മാഹാത്മ്യമുള്ളവനും ശ്രീപദേ ഹരേ ജയ ജയ. ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് പറയുന്നത്, ഐശ്വര്യത്തിൻ്റെ ദേവത. അപ്പോൾ ആ ശ്രീപദേ എന്നാണ് പറഞ്ഞത്. അപ്പം ലക്ഷ്മി വല്ലഭ, ലക്ഷ്മി വല്ലഭനുമായ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരുളിയാലും പ്രഭു ദിഷ്ട്യാദൃശു സർവശക്ത ഭഗവാനെ അവിടുന്ന് ഭാഗ്യവശാൽ കണ്ണുകൾക്ക് പദമുപൈഷി വിഷയമായിട്ട് തീർന്നിരിക്കുന്നു. ആശുമേധിയം ഭുവന നിർമ്മിതോ കർമ്മഠാം കുരുഷ്വ. താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ. ഇത് ദ്രുഹിണവർണിത സുഗുണബംഹിമ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള മാം പാഹി, ആ മഹിമ അതിശയത്തോടുകൂടിയ ഈയുള്ളവനെ കാത്തരുളയണമേ. ഇത് ദ്രുഹിണവർണിത സുഗുണബംഹിമ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമ അതിശയത്തോടുകൂടിയ അവിടുന്ന് മാം പാഹി എന്നാണ് പറഞ്ഞില്ല, എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തരുളയണമേ എന്ന് അത് ഭട്ടതിരിപ്പാട് പറയുന്നതാണ്. അപ്പം ഇവിടെ വൈകുണ്ഠ ദർശനവും ആ ഭഗവാനെ ദർശിക്കാനുമുള്ള അവസരം ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തു. ബ്രഹ്മാവ് തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഭഗവാനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ആ വേദങ്ങളിലൊക്കെ വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും പിന്നെ എന്താണ് സർവവ്യാപകവുമായ വിഷ്ണു, വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ് പറയുന്നത്, എല്ലായിടും വ്യാപിച്ചിരിക്കുന്നവൻ, ആ വ്യാപനശീലമുള്ളതായിട്ടുള്ള ആ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് ജയിച്ച് അരുളിയാലും ജയ ജയ ജയിച്ചരുളിയാലും എന്ന് പറയുകയാണ്, ഭഗവാനോട് പറയുകയാണ്, വിഷ്ണുവിനോട്. അപ്പം എന്നിട്ട് എന്താണ് പിന്നെ ആ ബ്രഹ്മാവിൻ്റെ ആവശ്യം? ബ്രഹ്മാവിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ ധർമ്മം പറഞ്ഞിരിക്കുന്നത് ആ സൃഷ്ടി നടത്തുക എന്നുള്ളതാണ്. അപ്പം ഏത് കാര്യവും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിവ്
നമുക്ക് ഉണ്ടെങ്കിലേ ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇവിടെ എന്താണ്, ആ സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവ്, ആ ബുദ്ധി എനിക്ക് തന്ന് കാത്തുകൊള്ളണമേ. കാരണം എന്താണ്, സൃഷ്ടി ചെയ്യുന്നതിന് അതിൻ്റെ ആ ഒരു ബുദ്ധി തെളിഞ്ഞ് കിട്ടിയെങ്കിൽ മാത്രമേ എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അങ്ങനെ ആ ഭഗവാനെ സ്തുതിച്ച് അപ്പോൾ ആ ബ്രഹ്മാവിനെ അങ്ങനെ സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവിനെ കൊടുക്കുന്ന ആ ഭഗവാനെ എന്നെയും രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. എല്ലാ ശ്ലോകങ്ങളിലും ഭട്ടതിരിപ്പാടിൻ്റെ ഒരു അപേക്ഷയുണ്ട്, ഭഗവാനെ എന്നെയും കാത്തുകൊള്ളണമേ, എന്നെയും കാത്തരളയണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പം അതാണ് ആ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഇത് ചൊല്ലാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദവുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സുഗുണബംഹിമാ പാഹിമാം. 8ാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം. ലഭസ്വ ഭുവനത്രയീ രചനദക്ഷതാമക്ഷതാം ഗൃഹാണ, അവിടെ ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധിനി മൈച ഭക്തിരത്യുത്കടേ. അവിടെ ആ ഡേ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് ത്യുതീര എന്നാണ് നടക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒന്നും ശ്വാസം വിടുന്നതിന് വേണ്ടിയിട്ട് ഭക്തിരത്യുത്കടേതി ഉദീരഗിതമാദധ മുദിത ചേതസം വേദസം ലഭസ്വ ഭുവനത്രയീ രചനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനി മൈച ഭക്തിരത്യുത്കടേതി ഉദീരഗിതമാദധ മുദിത ചേതസം വേദസം. വേദായാണ് അവിടെ. ശ്ലോകം ഞാൻ ചൊല്ലാം. ഓം ലഭസ്വ ഭുവനത്രയീ രചനദക്ഷതാമക്ഷതാം ഗൃഹാണവദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനി മൈച ഭക്തിരത്യുത്കടേതി ഉദീരഗിരമാദധ മുദിത ചേതസം വേദസം. അനുചിതാർത്ഥം പറയാം. വിധേ അക്ഷതാം ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ. അല്ലയോ ബ്രഹ്മാവേ, ഒരു ഹാനിയും തട്ടാത്തതും ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതുമായ സാമർഥ്യം താങ്കൾക്ക് ലഭിക്കുമാറാക. അതിന് അനുഗ്രഹം ഗൃഹാണ, അതിന് എൻ്റെ അനുഗ്രഹത്തെ കൈക്കൊണ്ടാലും തപച ഭൂയ കുരു, തപസ് ഇനിയും ചെയ്യുകയും വേണം. അഖില സാധനീയമായി ഏത് കാര്യത്തെയും സാധിപ്പിക്കുന്നതായ മൈ ഭക്തി അത്യുത്കടാഭവതു, എങ്കിലുള്ള ഭക്തിയും അതിതീവ്രമായിട്ട് അങ്ങക്ക് നിലനിൽക്കട്ടെ. ഇത് ഗിരം ഉദീര്യ വേദസം ഉദിത ചേതസം ആദധ എന്നിതെല്ലാം അങ്ങനെ അരുളി ചെയ്ത് ബ്രഹ്മാവിനെ സന്തുഷ്ടമാനസനാക്കി തീർത്തു. അപ്പോൾ അവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രഭു അവിടുന്ന് ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചിട്ടാണ് ആ സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവ് എനിക്ക് ലഭിക്കുമാറാകണേ എന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുവാണ്, അല്ലയോ ബ്രഹ്മാവേ, ഒരു ഹാനിയും തട്ടാത്തതും അതുപോലെ ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതുമായ സാമർഥ്യം അങ്ങക്ക് ലഭിക്കുമാറാകട്ടെ. പക്ഷെ അവിടെ ഭഗവാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, എന്താണ്? ആ ഭക്തി, ആ തപസ് വീണ്ടും തുടരണം. ഭക്തി അത് മാറാൻ പാടില്ല. ആ ഒരു സൃഷ്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആ ഭക്തി വിടരുത് എന്നുള്ളത് ഭഗവാൻ പറയുകയാണ്. ആ ഭക്തി അത് എപ്പോഴും അങ്ങനെ തന്നെ വേണം എന്നുള്ളത് ഭഗവാൻ അവിടെ ബ്രഹ്മാവിനോട് പറയുകയാണ്. അപ്പം ഏത് കാര്യത്തെയും സാധിപ്പിക്കുന്നതായ ആ ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ
ഏത് കാര്യവും സാധിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ ആ ബന്ധനം ഒട്ടലില്ലാതെ ആ ചെയ്യുന്ന കർമ്മത്തിൽ ബന്ധനം ഇല്ലാതെ ചെയ്യണം എന്നുള്ളതാണ് ബ്രഹ്മാവിൻ്റെ ആഗ്രഹം. കർമ്മത്തിൽ ആ കർമ്മത്തിൻ്റെ ആ ഫലം ഇച്ഛിക്കാതെ, കർമ്മഫലം ഇച്ഛിക്കാതെ, ആ ഒരു ബന്ധനമില്ലാതെ, അത് എൻ്റെ ഒരു കർമ്മമാണ്, എൻ്റെ ഒരു ധർമ്മമാണ് അത് ആ സൃഷ്ടി നടത്തുക എന്ന് പറയുന്നത്. അത് ഭഗവാൻ വിധിച്ചിട്ടുള്ള ധർമ്മമാണ്, അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ തൻ്റെ ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവിനെ സന്തുഷ്ടമാനസനാക്കി തീർത്തു, സന്തോഷമുള്ള മനസ്സ് ഉള്ളവനാക്കി തീർത്തു. ആരെയാ? ബ്രഹ്മാവിനെ. ഭഗവാൻ ആണല്ലോ സൃഷ്ടിക്ക് വേണ്ടുന്ന ബുദ്ധിയൊക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആ ബ്രഹ്മാവിനെ സന്തോഷമുള്ളവനാക്കി തീർത്തു വിഷ്ണു ഭഗവാൻ. സൃഷ്ടിക്ക് വേണ്ടുന്ന ബുദ്ധിയും കൊടുത്ത് എല്ലാം കർമ്മബന്ധം ഉണ്ടാകാതെ, ഒരു ബന്ധനം ഉണ്ടാകാത്ത രീതിയിൽ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധി ആ ബ്രഹ്മാവിന് കൊടുക്കുകയും ചെയ്തു. അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. ലഭസ്വഭുവനത്രയീം രജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനി മയി ച ഭക്തിരത്യുത്കടേതി ഉദീര്യഗിരമാദധ മുദിത ചേത സംവേധസം. അപ്പൊ അങ്ങനെ ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി തീർത്തു. ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നിലുള്ള ഭക്തി, ഭഗവാനാണല്ലോ പറയുന്നത്. അപ്പോൾ ഭഗവാനിലുള്ള ഭക്തി അത് മാറാൻ പാടില്ല എന്നാണ്. കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നീട് ആ ഭക്തി അതിന് കോട്ടം തട്ടരുത് എന്ന് ബ്രഹ്മാവിനോട് ഭഗവാൻ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വീണ്ടും തപസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കുറേ 100 സംവത്സരത്തോളം തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ ഭഗവത് ദർശനം കൊടുത്തത്. ആ ദർശനം കിട്ടിക്കഴിഞ്ഞ്, അനുഗ്രഹവും കിട്ടിക്കഴിയുമ്പോൾ ആ ഭക്തിയിൽ നിന്ന് വിട്ടുമാറരുത് എന്നുള്ളതും ബ്രഹ്മാവിനോട് ഭഗവാൻ പറയുവാണ്. അപ്പം ഇന്നത്തെ 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സുഗുണബംഹി മാ പാഹി മാം ലഭസ്വഭുവനത്രയീ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനി മയി ച ഭക്തിരത്യുത്കടേതി ഉദീര്യഗിരമാദധ മുദിത ചേത സംവേധസം. അപ്പൊ ഇന്നത്തെ 2 ശ്ലോകങ്ങളും നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക, ശാന്തി മന്ത്രം ഏറ്റുചൊല്ലാം. ശ്രമിക്കുക. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം. എല്ലാവർക്കും നമസ്തേ.